ഔദ്യോഗിക പ്രഖ്യാപനം വൈകുമ്പോഴും സ്ക്രീനിംഗ് കമ്മിറ്റിയിൽ ധാരണയായ മണ്ഡലങ്ങളിൽ പ്രചാരണം തുടങ്ങാൻ കോൺഗ്രസ് നിർദ്ദേശം. ഇതിനെ തുടർന്ന് ധാരണയായ മണ്ഡലങ്ങളിൽ ഹൈക്കമാൻഡ് നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ പരസ്യപ്രചാരണം തുടങ്ങി. കേരളത്തിലെ ചില മണ്ഡലങ്ങളിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ അന്തിമ ധാരണ ഇനിയും വന്നിട്ടില്ല. പക്ഷേ മറുപക്ഷത്ത് എതിരാളികൾ സ്ഥാനാർത്ഥി പ്രഖ്യാപനവും കഴിഞ്ഞ് മണ്ഡല പര്യടനവും തുടങ്ങി. ഈ സാഹചര്യത്തിലാണ് KPCC നേതൃത്വവുമായി കൂടിയാലോചിച്ച് നേതാക്കൾക്കിടയിൽ ധാരണ രൂപപ്പെട്ട മണ്ഡലങ്ങളിൽ പ്രഖ്യാപനത്തിന് കാത്തുനിൽക്കാതെ പരസ്യപ്രചരണം തുടങ്ങാനുള്ള നിർദ്ദേശം. ഇതിനു പിന്നാലെ അത്തരം മണ്ഡലങ്ങളിൽ പോസ്റ്ററുകൾ പതിക്കുകയും ചുവരെഴുത്തുകൾ തുടങ്ങുകയും ചെയ്തു. കോഴിക്കോട് ജനഹൃദയ യാത്ര എന്ന പേരിൽ തിരഞ്ഞെടുപ്പ് പര്യടനം നേരത്തെ തുടങ്ങിയ MK രാഘവനായി ഹൈക്കമാൻഡ് നിർദ്ദേശം ലഭിച്ചതോടെ നഗരത്തിലടക്കം പ്രവർത്തകർ പോസ്റ്ററുകൾ വ്യാപകമായി പതിച്ചു തുടങ്ങി. ഞങ്ങൾക്ക് പ്രവർത്തനത്തിനുള്ള അനുമതിയൊക്കെ ലഭിച്ചിട്ടുണ്ട്. പ്രവർത്തനത്തിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കുന്നുണ്ട്. ബൂത്ത് ലെവലിലുള്ള പ്രവർത്തനങ്ങൾ ശക്തിയായും തകൃതിയായും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കണ്ണൂരിൽ K സുധാകരന് റെയിൽവേ സ്റ്റേഷനിൽ പ്രവർത്തകർ സ്വീകരണം നൽകിയതും ഇത്തരം നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അവിടെ ശ്രീ K സുധാകരന്റെ പേരാണ് യുനാനിമസ് ആയി വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രഖ്യാപിച്ചില്ലെങ്കിലും അദ്ദേഹം തന്നെയാണ് സ്ഥാനാർത്ഥി എന്നുള്ളത് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു. രാഹുൽ ഗാന്ധിയുടെ ഇന്നത്തെ പര്യടനം കഴിഞ്ഞാലുടൻ ബൂത്ത് തലത്തിലെ പ്രചരണ പ്രവർത്തനങ്ങൾക്കും ഔദ്യോഗിക പ്രഖ്യാപനത്തിന് മുന്നേ തുടക്കമാവും. KR സാജു, മീഡിയ 1, കോഴിക്കോട്.